ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും ടൂറ് കണ്ടിട്ടാണോ എന്നറിയില്ല, ഇതിൽ പലരും ചോദിക്കാറുണ്ട്, നമുക്കെന്നാണ് മിസ്സേ ടൂറ്? അങ്ങനെ ഞങ്ങളുടെ കുട്ടികൾക്കുള്ള അറിയിപ്പ് കിട്ടി. 19-ാം തീയതി ബുധനാഴ്ച ഞങ്ങൾ ടൂറ് പോകുന്നു. അടുത്ത ദിവസം മുതൽ താല്പര്യമുള്ള കുട്ടികൾ അവരുടെ പേര് നൽകുകയും അതിനുള്ള ക്യാഷ് കൊണ്ടുവരികയും ചെയ്തു തുടങ്ങി. ചിലർക്കെങ്കിലും ഒരു ധാരണ ഉണ്ട് ഈ അധ്യാപകരുടെ ജോലി എന്തുമാത്രം എളുപ്പമാണെന്ന്. വരിക, പഠിപ്പിക്കുക, നോട്ട് എടുക്കുക, ചോദ്യം ചോദിക്കുക, പരീക്ഷകൾ നടത്തുക. ഇത് മാത്രമല്ല കേട്ടോ, ഇതുപോലെയുള്ള ചില ജോലികൾ കൂടിയുണ്ട്. ഓരോ ക്ലാസ് ടീച്ചേഴ്സും കുട്ടികളിൽ നിന്നും ക്യാഷ് കളക്ട് ചെയ്ത് അത് ഓഫീസിൽ കൊണ്ടുപോയി അടയ്ക്കണം. ഇതാണ് ടൂറിൻ്റെ ആദ്യ ഘടകം. ഒരു കുഞ്ഞു ടൂറ് പോകുന്നതിൻ്റെ സന്തോഷാരവമാണ് ഈ കേൾക്കുന്നത്. നവംബർ മാസമായാൽ ഒട്ടുമിക്ക സ്കൂളിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരിക്കും. എൻ്റെ ക്ലാസ്സിൽ നിന്നും 26 കുട്ടികളും ഞാനും ടൂറിന് റെഡിയായി. ടൂറിന് പോകുന്ന എല്ലാ കുട്ടികളെയും ഞങ്ങൾ ആദ്യം ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവന്നു. അവിടെ ലൈനപ്പ് ചെയ്തതിന് ശേഷം വേണ്ട നിർദ്ദേശങ്ങളോടുകൂടി സൈലൻറ്റ് പ്രയർ നടത്തിയ ശേഷം ബസ്സിലേക്ക് കയറി. ഓരോ ക്ലാസ്സുകാർക്കും പോകേണ്ട ഇടം മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. അപ്രകാരമാണ് യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. 3-ാം ക്ലാസ്സുകാരുമായി ഞങ്ങൾ നടത്തുന്നത് ഒരു സിറ്റി റൈഡാണ്. മ്യൂസിയം, പ്ലാനറ്റേറിയം, ആക്കുളം, ഈ 3 സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഈ കുഞ്ഞു യാത്ര. ബസ്സിനുള്ളിൽ അവരുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കേണ്ട താമസം അവർ ആടിപ്പാടി ഉല്ലസിച്ച് യാത്ര തുടങ്ങി. കൂടി ഞങ്ങൾ മ്യൂസിയത്തെത്തി. ബസ്സിൽ നിന്നിറങ്ങിയ ശേഷം അതത് ക്ലാസ് ടീച്ചേഴ്സിനോടൊപ്പം കുട്ടികളെല്ലാം മൃഗശാലയിലെ കാഴ്ചകൾ കണ്ടു തുടങ്ങി.